ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു ലാഗ് പരിപാടി ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ അങ്ങനെ തന്നെ ക്ലൈമാക്സ് ദിവസം അടിപൊളിയായിട്ട് നമ്മൾ ദൃശ്യം ക്ലൈമാക്സ് കാണുന്നത് തന്നെ തോന്നി. നല്ല ത്രില്ലറാണ്. ആസിഫിൻ്റെ സൂപ്പർ പെർഫോമൻസ് ആണ്, നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ പടങ്ങൾ ഒരു ക്ലൈമാക്സ് വ്യത്യസ്തമുണ്ടല്ലോ, അത് തന്നെ പുള്ളി നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സ് പുള്ളി ദിവസം അടിപൊളിയായിട്ട് നമ്മൾ ദൃശ്യം ക്ലൈമാക്സ് കാണുന്നത് തന്നെ തോന്നി. കുഴപ്പമില്ല, ആദ്യം ഒരു പ്രിഡിക്റ്റബിളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഒരു പടം മുന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കുന്നു, പക്ഷേ ക്ലൈമാക്സ് അൺപ്രിഡിക്റ്റബിൾ, അടിപൊളി. നല്ല ത്രില്ലറാണ്. ആസിഫിൻ്റെ സൂപ്പർ പെർഫോമൻസ് ആണ്, നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ അപർണ പറയേണ്ടല്ലോ, അപർണ നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. അപർണ അതുപോലെ തന്നെ ആസിഫും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പിന്നെ മറ്റേ പേര് ഞാൻ മറന്നുപോയി, ഹക്കീം സൂപ്പർ, എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് മൂവിയാണ്, രണ്ട് കാലഘട്ടത്തിലെ ദൃശ്യം ഇറങ്ങിയതും ഇതിറങ്ങിയതും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സൂപ്പർ മൂവി കാണേണ്ട ഒരു പടം തന്നെയാണ്. ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൽ നമ്മൾ പ്രതീക്ഷയെല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു ലാഗ് പരിപാടി ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ അങ്ങനെ തന്നെ. പിന്നെ പടം തുടങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തിക്കളന് ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ഒരു ജിത്തു ജോസഫിൻ്റെ ഒരു നമ്മുടെ ദൃശ്യം മോഡൽ പടം. ദൃശ്യത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പ്, ദൃശ്യമല്ല, രണ്ടും രണ്ട് ടൈപ്പാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടേഴ്സിന് കൂടുതൽ പെർഫോം ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. അപർണ ബാലമുരളി പിന്നെ ആസിഫ് അലി തകർത്തുണ്ട്. ഒരു 50 കോടി പടത്തിൽ നിന്ന് എണ്ണി തുടങ്ങും നമുക്ക് ആസിഫ് അലി. അടുത്തൊരു 50 കോടി 100 കോടി ലോഡിങ് ആയിരിക്കും. നല്ല പടം, സൂപ്പർ പടം. ക്ലൈമാക്സ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. നല്ല ഫൈറ്റ് സീനൊക്കെ നന്നായിരുന്നു, മൊത്തത്തിൽ നല്ലതായിരുന്നു. ഏതാ പെരുമഴ എന്നൊന്നും പറയാനില്ല, പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെ പെരുമഴ എന്നൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളൊക്കെ ചോദിക്കണം, ദൃശ്യത്തിനെ വെച്ചാണെങ്കിൽ അത്രയൊന്നുമില്ല, ഓണസ്റ്റ് അത്രയൊന്നുമില്ല. ജിത്തു ജോസഫിൻ്റെ ഒരു ഇത് തന്നെയാണ്, പ്രൊഡക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷേ ദൃശ്യം വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ജിത്തു ജോസഫ് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് ജിത്തു ജോസഫിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എൻഡിങ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ പടം വർത്താണ്. ചേട്ടാ കിഷ്കിന്താകാണ്ടൊക്കെ പോലെ ആസിഫിലൂടെ ഒരു മികച്ച ഫാമിലി ഓഡിയൻസ് മൂവിയാണ്, അതാണ് ഇനി പറയാൻ പറ്റുള്ളൂ. കാരണം അതിൽ എന്ത് പറഞ്ഞാലും റിവീലാവുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. അതിൽ ആസിഫിൻ്റെ ആണെങ്കിലും അപർണയുടെ ആണെങ്കിലും പെർഫോമൻസ് എല്ലാം കൊള്ളാം, തിയേറ്റർ വാശുകളാണ്. എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസ് ആയിരിക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നത്.